எப்படி இருக்கானோ எங்க இருக்கானோ எப்படி இருக்காரு எங்க இருக்காரு ഹായ് എന്റെ ജയയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രജനി സാർ മമ്മൂക്ക കോംബോയിൽ വന്ന മണിരത്നം സാർ ഡയറക്ഷൻ ചെയ്ത 1991 ഇറങ്ങിയിട്ടുള്ള ദളപതി മൂവി അല്ലെങ്കിൽ തളപതി മൂവി എന്താണെന്നുള്ള കറക്റ്റ് അറിയില്ല. ഡിയും ഉണ്ട് ടിയും ഉണ്ട്. കുറെ സ്ഥലത്ത് ഡി എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ ചില സ്ഥലങ്ങളിൽ TH എഴുതിയിട്ടുണ്ട്. അപ്പൊ തളപതി മൂവിയാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുതൽവൻ ആൻഡ് തളപതി എന്നുള്ളത്. പക്ഷെ അതിൽ ആ സമയത്ത് മുതൽവൻ ആയിരുന്നു ഹയസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ തളപതി അങ്ങോട്ട് അടിച്ചു കയറി. അതായത് മുതൽവൻ ചെയ്ത് ഒരു 3 സീനൊക്കെ കഴിയുമ്പോഴേക്ക് തളപതി കയറി തുടങ്ങി. നമ്മൾ തന്നെ വിചാരിച്ചു അയ്യോ റോങ് ഡിസിഷൻ എടുത്തു പോയെന്നുള്ളത്. പക്ഷെ മുതൽവനും ആ ഒരു എൻഗേജ്മെന്റ് അതുപോലെ ആൾക്കാരെ കാണാനുള്ള പ്രേക്ഷകർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീട് അത് റിയാക്ടിങ് ചെയ്തത്. തളപതി നമ്മൾ വിട്ടുകളില്ല ചെയ്യുന്ന ഉറപ്പുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. കാരണം ഈ ഒരു മൂവി എന്ന് പറയുന്നതിനകത്തെ 1-2 സോങ്സ് ഒക്കെ ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഇവരുടെ രണ്ടുപേരുടെ മമ്മൂക്കയും രജനി സാർ രണ്ടുപേരുടെയും ഒരു ഡാൻസ് ഇല്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയത് കൊണ്ട് തന്നെ കാണാനുള്ള ചാൻസ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കാണാത്തതെന്ന് ചോദിച്ചു. 91 ഒക്കെ ചോദിച്ചാലേ ഒന്ന് നമ്മള് തന്നെ ശരിയാവില്ല. ആ സമയത്ത് ജനിച്ചിട്ടുണ്ടോ വേറെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ എന്തായാലും കാര്യങ്ങൾ പറയാം. ടെക്നിക്കൽ ഇൻഫർമേഷൻ ടെക്നിക്കലും പിന്നെ അത് നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും നമുക്ക് വായിച്ചു തന്നെ പോകാം. അല്ല, സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയേണ്ടത് ഈ ഒരു മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് കർണ ദുര്യോധന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മള് കുറേ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട്. അപ്പൊ ആ ഒരു പ്ലോട്ടാണ് അല്ലെങ്കിൽ ആ ഒരു തീമാണ് അവരെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഹയസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റഡ് ആയിട്ടുള്ള മൂവിയാണെന്നാണ് പറയുന്നത്. 3 കോടിയായിരുന്നു. പിന്നെ ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ക്രൈം ഗാങ്സ്റ്റർ ഫിലിം എന്നാണ്. അത് മാത്രമല്ല, ഇതിൽ അഭിനയിക്കുന്ന അരവിന്ദ് സ്വാമി, നമ്മൾ മമ്മൂക്കന്റെ രചന പറഞ്ഞല്ലോ, അതുകൂടാണ്ട് അരവിന്ദ് സ്വാമിയുടെ ഡെബ്യൂട്ട് പടമാണ്. പിന്നെ ഒരുപാട് ആക്ട്രസസ് ഉണ്ട് അല്ലെ. അതായത് ശ്രീവിദ്യ മാം ഉണ്ട്, ഭാനുപ്രിയ ഉണ്ട്, ശോഭന ഉണ്ട്, ഗീത ഉണ്ട്. അതായത് എല്ലാം ഭംഗിയുള്ള ആക്ട്രസ് ആണ് കൂടുതലും ഉള്ളത്. ആ ഒരു തനിമയുള്ള ആ ഒരു ഭയങ്കര നാടൻ ലുക്കുള്ള ആക്ട്രസ് ആണ് ഉള്ളത്. ഇതിന്റെ മ്യൂസിക്, അതായത് നമ്മൾ കുറെ 1-2 പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, അതിന്റെ വിഷ്വൽസ് കൂടുതൽ കണ്ടില്ല. സന്തോഷ് ശിവൻ സാറിന്റെയാണ് ക്യാമറ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിഷ്വൽസ് ഒരു രക്ഷ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇതിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്ന മോസ്റ്റ്ലി കർണാടക ആയിരുന്നു എന്നാ പറയുന്നത്. ഈ മൂവി റിലീസ് ആയത് ഒരു ദീപാവലിക്കാണ്, 91 ദീപാവലിക്ക്. അതും മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് ക്രിട്ടിക്കലിയും കമേഴ്ഷ്യലിയും നല്ല രീതിയിൽ റെസ്പോൺസ് ഇട്ടിട്ട് ഗംഭീര ഹിറ്റ് അടിച്ച സിനിമയും കൂടിയാണ്. ആൻഡ് ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട് കന്നഡയിൽ. അണ്ണവരു എന്ന് പറഞ്ഞിട്ട് 2003 ഇറങ്ങിയ പടമായിരുന്നു. അതിൽ നമ്മളെ ഡി ബോസും അതുപോലെ അംബരീഷ് സാറുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ തളപതി മൂവിയിലെ ഫസ്റ്റ് ഇൻട്രോ സീനിട്ട് പോകാം. റെഡി? 1959 ബീജിയം വരുന്നുണ്ടോ? ആ ഗ്രാമ പശ്ചാത്തലം കർണാടക ആ സമയത്ത് മിനിക്കായിരുന്നു. ഒരു സോങ്ങിലോട്ട് വരുന്ന പോലെ ഉണ്ടോ സ്റ്റാർട്ടിങ് തന്നെ? ആണോ? ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. നമ്മളെ വീട്ടുതല്ലിൻ്റെ അകത്ത് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്താണ് കേട്ടോ ഇളയരാജ സാർ. ഈ സമയത്തും അപ്പൊ പണ്ട് ഇങ്ങനെ തന്നെയാണ്. അല്ലേ? അല്ല. പക്ഷെ സൈഡിൽ നിന്ന് കഴുത്തിൽ താലിയില്ല. ചെറിയ പ്രായാട്ടോ.
ഓ മറ്റേ കർണ ദുര്യോധന ആ കഥയാണ്. ആ അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ. കുട്ടി ജനിക്കുന്നതാണോ കാണിക്കുന്നത്? നമ്മളെ കുന്തി ദേവി ആ ഒരു കാണത്തില്ലല്ലേ കല്യാണം കഴിക്കുന്നത്? അതായിരിക്കും. പക്ഷെ ആ പശുവിടെ ഇത് കാണിച്ചുണ്ടോ വിഷ്വല്? ഓ എന്താ അല്ലേ സാധനം വിത്ത് ഓൺലി മ്യൂസിക് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓ ചെറിയ പ്രായമാണ് അപ്പൊ അതുകൊണ്ട് അയ്യോ കുട്ടീനെ കളയാൻ പോവാണ്. ഓ വഴിയില്ല എന്ന് പറയാം. ആരെങ്കിലും നോക്കിക്കോളും എന്നിട്ട് വിടാണ്. മറ്റേ ഏതൊരു വണ്ടിയില് ഗുഡ്സ് വണ്ടിയില് മറ്റേ വേറെ ടൈപ്പ് ലോഡ് എടുക്കുന്ന വണ്ടിയല്ലേ അത്? വിട്ടു. ഓ അടച്ചത് തുറന്നുപോയി. ചെറുപ്രായത്തിലാട്ടോ അവിടെ കാണിക്കുന്നത് അല്ലേ? പ്രായം കുറവാണ് കാണിച്ചത്. അത് ബാക്ക് സ്റ്റോറി അല്ലേ ശരിക്കും? അതുപോലെ ഇല്ലേ? തുടക്കം തുറന്നു പോയല്ലേ? എവിടെയൊക്കെ കേട്ടിട്ടുണ്ടേ. ആ പക്ഷെ ആ ഫ്രെയിമുണ്ടോ എന്ത് രസം. ആ പോയതുണ്ടോ ട്രാൻസിഷൻ ആ സമയത്ത് പോലും എന്ത് ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട് വിഷ്വല്. അരി എന്തോ മോഷ്ടിക്കുന്നു. ആ നേരെ അടുത്ത ഷോട്ടാ കാണിച്ചത് വേറെ. ഓ അവിടെ ഉണ്ട് ഗുഡ്സിലല്ലേ? ആ ബീജം അഗൈൻ വന്നു. അയ്യോ ഇത് ഏകദേശം മറ്റേ കർമ്മ സ്റ്റോറിയെ വെള്ളത്തിലൂടെ ഒഴുകി പോന്നു. മറ്റേ വിധി പോലെ ആയി കേട്ടോ. അതായത് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കറക്റ്റ് ആ ഒരു ഇമോഷൻസ് ആണെന്ന് തന്നെ വെച്ചിട്ടാണ്. ഷോർട്ടല്ലേ? ഭയങ്കര
ഭയങ്കര കിടിലൻ ഫ്രെയിംസ്. ആ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ സംഭവത്തിൽ തുടങ്ങുന്നത് കേട്ടോ. സന്തോഷിക അതാണ് ഓരോ ഫ്രെയിംസിനും ഭയങ്കര ബ്യൂട്ടി അറിയാം. അത് ആ ബീജമാണ് ഭയങ്കര ഫോട്ടോ ഫ്രെയിംസ് അല്ലേ വലുതായി കുറച്ച്. எதுக்காக என்ன தூக்கி எறிஞ்சிட்டா? எல்லாரும் போக்கிக்கு பழசையும் குப்பையும் தூக்கி எறிவாங்க. என் அம்மா என்ன தூக்கி எறிஞ்சிட்டா. ട്രെയിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം കാണിച്ചിട്ടുണ്ടാ. ട്രെയിനിന്റെ സൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഉപയോഗിച്ചത്. മണിരത്നം വിഷ്വലൈസേഷൻ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ. ഒരു ഭയങ്കര മറ്റേ സ്റ്റോറി പോലെ പറയുന്നത്, റിയലിസ്റ്റിക് ഫീൽ ഉണ്ട്. ആണോ? അത് ആ പുതിയൊരു സംഭവം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇല്ല, വെള്ളം കുഴിക്കുന്നു. വേറെന്തെങ്കിലും തീരുമാനിക്കുന്നു കാണിച്ചേണ്ടപ്പോ അവളുണ്ടായിരുന്നല്ലോ. ஒரே மகனோட நிறுத்திட்டியே. இன்னும் ஒரு மகனை பெற்றிருந்தால் 10 ஊரும் பழிச்சிருக்கணும் அம்மா. കാരണം ഫേസ് റിസംബ്ലൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു മറ്റേ ആൾക്ക്. അല്ല സൈഡ് ഫേസിൽ ഈ സൈഡ് ഇല്ലേ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് ഡൗട്ട് അടിച്ചപ്പോ തന്നെ. ഓ എവിടെ ഇരിക്കാറ് പക്ഷേ കല്യാണം കഴിച്ച ആളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല അങ്ങനെയാണല്ലോ, മറ്റേലും പറയുന്നുണ്ട് കുറെ അറിയുന്നുണ്ട് എങ്ങനെ. മഴ ഷോട്ട് ഇതിന്റെ ഈ ഒരു സീന് നമ്മളെ സ്പടികത്തിൽ കാണിക്കുന്നില്ല, തിയേറ്ററിൽ ഫൈറ്റ് കാണിക്കുന്ന തിയേറ്റർ ഫൈറ്റില് ഈ സീൻ കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആണോ, മഴയുടെ ഒരു ഇതും. ആ സമയത്ത് ഇൻട്രോ ഫൈറ്റ് ആ ഓ ഫൈറ്റിലങ്ങനെ മറ്റേ സംഭവങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ ഭയങ്കര റിയൽ മറ്റേ ഇങ്ങനെ നടന്നും ഇതാക്കിയിട്ടൊക്കെ ഫൈറ്റുള്ളത്. അതല്ല പറക്കലിടിക്കലൊന്നുമില്ല. ആ ക്യാരക്ടർ നമ്മൾക്ക് കാണിച്ചു തരാം.
അതിന് ഇടിവള ഉണ്ടോ ഓൾറെഡി? ഒറിജിനൽ ഷോട്ട് ശങ്കർ സ്തംഭപടത്തിൽ കണ്ട പോലെ ഇതിൻ്റെ അകത്ത് വീണതൊക്കെ ഒറിജിനൽ ആയിരുന്നല്ലോ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു. ആ അതും അടി എന്ന് പറയുന്നത് മറ്റേ രീതിയില്ല, സ്ലോ മോഷൻ അടിയാണ്. സംഭവം ഡിലേ, അതായത് മെല്ലെ മെല്ലെയാണ് കാണിച്ചിരുന്നത് കുറേ സംഭവങ്ങൾ, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകാണ്ട്. അലക്കിയെടുത്തിട്ടുണ്ട് ഫ്രെയിം, അതിനൊരു ഫോട്ടോ ഫ്രെയിം. പക്ഷെ ഭയങ്കര മറ്റേതായിട്ടോ ക്യാരക്ടർ, ഭയങ്കര എന്തും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ടൈപ്പ് കാണിച്ചു. വിഷ്വൽ എങ്ങനെ കാണിച്ചു പോകണല്ലോ. പിള്ളേരല്ലേ என்ன பண்ணான்னு கேளு. டேய் பாரு, சொல்ல ரமணன் கிட்ட பணம் வாங்கியிருக்கான். மாசம் மாசம் தவணை கட்டணும். இந்த மாசம் கட்ட முடியல. என்ன கட்ட முடியல சொல்ல. பிள்ளைக்கு அம்மா போட்டுருச்சு. பணம் எல்லாம் ஆஸ்பத்திரிக்கும் வைத்தியத்துக்குமே செலவாயிடுச்சு. அதுக்கு அந்த ரமணன் என்ன சொன்னா சொல்ல. நீ பணம் கட்டாட்டி பரவாயில்ல, பிள்ளைய நல்லா பார்த்துக்கும், அதான் முக்கியம். ஆனா நீ பணம் கட்டுற வரைக்கும் உன் பொண்டாட்டி உங்ககிட்ட இருக்கட்டும். அவ தலைமுடிய பிடிச்சு என் கண்ணு முன்னாடியே தர எடுத்து போய் எல்லாரும் எல்லாரும் நீதி வேடிக்கை பார்க்கறாங்க. ஏன் அவன் தேவராஜோட ஆளு. தேவராஜன் எல்லாருக்கும் அவ்வளவு தைரியம். என்னடா பண்ணுவான் அந்த தேவராஜ்? என்னடா பண்ணுவான் அந்த தேவராஜ்? ഓ അടുത്ത സീനിൽ തന്നെ ഏകദേശം കാണിച്ചല്ലോ. ഒരു വൃത്തിയിട്ട ആളായിട്ടാണ് കാണിച്ചേക്കുന്നത് ദേവരാജനെ. എന്താ പണ്ടോ ദേവരാജ്. മമ്മൂക്ക. ഓ മമ്മൂക്കയുടെ എൻട്രി കണ്ടോ, ഭയങ്കര സിമ്പിള്. മറ്റേ ലോങ് ഷോട്ടിലങ്ങ് കാണിച്ചത്. ഓപ്പോസിറ്റ് ആണ് ആദ്യം വരുന്നത്. டாக்டர் சார், ரமணா ஒரு பொழப்பானா? அது பொழப்பானா மாட்டானா சொல்ல முடியாது. எப்படி நடந்தது தேவா? கொஞ்சம் பொறுமையா அங்க பாருங்க, அப்புறம் பேசுங்க. எத்தனை பேர் சேர்ந்து செஞ்சாங்க? മനോജ് കെ ജന മനസ്സിലായില്ല. வந்துடும். சூர்யா സൂര്യ ക്യാരക്ടർ போய் கூட்டிட்டு வா. ഓഫ് സോങ്ങാ ഡയറക്ടർ സീൻ ഏതിന്? ഏത് സോങ് ഇത് അറിയോ? ഞാൻ കേട്ടിട്ടില്ല, പറയാൻ പറ്റോ? ഫസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല ഏതാ പാട്ടെന്നുള്ള.
ഓ രജനി സാറിന്റെ ഇത് ആ കേട്ടിട്ടുണ്ട്. ആ ഓ പാട്ട് പിന്നെ ചെയ്യാ. എന്തായാലും ആ ഒരു കിടു ഇൻട്രൊഡക്ഷൻ കിട്ടും. അതായത് രജനി സാറിന്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും ക്യാരക്ടർ ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര റിയലിസ്റ്റിക് മോഡിൽ ഇങ്ങനെ പോകുമായിരുന്നു. കാരണം ഇല്ലേ, കാരണം നമ്മള് പണ്ടത്തെ പടം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പണ്ടത്തെ പടങ്ങളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അല്ലേ. പക്ഷെ എന്താ പറയാ മണിരത്നം സാറിന്റെ പടങ്ങൾ ഞാൻ ഒന്ന് രണ്ടല്ല കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ 2023 ഈ കാലഘട്ടത്തിലൊക്കെയാണ് ഭയങ്കര റിയലിസ്റ്റിക് പടങ്ങളെ പറ്റിയിട്ട് വാദോരാതെ സംസാരിക്കുന്നത്. പക്ഷെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും അല്ല, മണിരത്നം സാറിന്റെ പടങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ്. ഞാൻ കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. അതായത് നമ്മൾ പറയില്ലേ ഇങ്ങനെ വലിഞ്ഞാ പോകുന്നത്, പക്ഷെ എന്നാലും അതിലൊരു ബ്യൂട്ടി ഉണ്ട്. അതായത് ആ ഒരു കറക്റ്റ് സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഭയങ്കര ബഹളത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, ആ ഒരു കറക്റ്റ് ആ ഒരു മീറ്ററിൽ തന്നെ പിടിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ സീൻ ബൈ സീനും ഏകദേശം ഈ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ എല്ലാരെയും കാണിച്ച് അല്ലെ. അതായത് രജനി സാറും വന്നു, മമ്മൂക്കിയും വന്നു, അരവിന്ദ് സ്വാമിയും വന്നു. ഓൾമോസ്റ്റ് എല്ലാരെയും ഫസ്റ്റ് തന്നെ കാണിച്ചത് നമുക്ക്. ഇനിയാണ് ആ ഒരു ഇൻട്രോ കഴിഞ്ഞ ശേഷമാണ് ശരിക്കും സോങ്ങും വരുന്നത്. പക്ഷെ ഫസ്റ്റ് സീനിൽ തന്നെ ഏകദേശം ഇവർ രണ്ടുപേരും കൂടി കലിപ്പാവുന്ന പോലെ ഉണ്ട്. എപ്പോഴാണ് ഫ്രണ്ട്ഷിപ്പ് ആവണമെന്ന് അറിയില്ല. കാരണം എന്താ പറയാ, പ്ലോട്ട് പറയുന്നത് ദുര്യോധന സ്റ്റോറി ആകുമ്പോൾ അവരെന്തായാലും ഒരു ഒന്നിക്കും. പക്ഷെ എന്നാലും ഫസ്റ്റ് സീനിൽ എന്ന് പറയുന്നത് ഒരു ഇതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്, ഓപ്പോസിറ്റ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്താ പറഞ്ഞാലും സംഭവം പൊളിയാണ്. പ്രത്യേകിച്ച് രജനി സാറിന്റെ എൻട്രീന്റെ സമയത്ത് ആ ഒരു ഫുള്ള് മഴ എഫക്റ്റിൽ കാണിക്കുന്ന സമയത്തും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസും ആള് സംസാരിക്കുന്ന രീതിയൊക്കെ നമ്മള് രജനി സാർ, അത് മാത്രമല്ല രജനി സാറിന്റെ ഇങ്ങനെയുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മൾ കൂടുതലും സ്റ്റൈലായിട്ട് ആ ഒരു സ്റ്റൈലിഷ് ആയിട്ട് സംസാരിക്കുന്നത് അല്ലെ. അപ്പം ഇങ്ങനെയും അഭിനയിച്ചിട്ടുള്ളത് നമ്മള് ഇപ്പൊ ഒരു ശരിക്കും ഞെട്ടലോടെ ഞാൻ ശരിക്കും രജനി സാറിന്റെ യങ് മൂവിയില് നമ്മള് ഒന്നുപോലും കണ്ടിട്ടില്ല. ഇതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ മലയാളത്തിലൊക്കെ ഞാൻ ഇതൊരു വില്ലൻ റോളൊക്കെ ചെയ്തതൊക്കെയാണ് എവിടേക്കോ കണ്ടേക്കുന്നത്. കമൽ സാറിന്റെ കൂടെ അറിയില്ല, പണ്ട് വില്ലനായിട്ട് എന്താ പറയുക ഇങ്ങനെ കൊട്ടു സുട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ യങ്ങില് ആദ്യമായിട്ട് കാണുന്ന മൂവി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ ഒരു ഭയങ്കര ഒരു നമ്മൾ പറയില്ല ഫ്രഷ് ഫീല് വല്ലാണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക്. മമ്മൂക്കാണെങ്കിൽ പറയണ്ട ആ ഒരു ലോങ് ഷോട്ടിലുള്ള കംപ്ലീറ്റ് ക്യാരക്ടർ, ആ ഒരു ദേവരാജൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആയിട്ട് നിൽക്കാൻ ദേവരാജനും സൂര്യ അല്ലേ രണ്ട് ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത സീനിൽ എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പൊ എത്രയേ ഉള്ളൂ. ഇതുവരെ നല്ല വീഡിയോസ് ആയിരുന്നു വരുന്നതായിരിക്കും. ബൈ ബൈ.